വെൽക്കം ആൾ. ഐ ആം സതീഷ് കുമാർ ജി. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഫ്ലൂറസെൻ്റ് ട്യൂബ് എങ്ങനെയാണ് ഒരു ഫിഗർ വരയ്ക്കുന്നത് അല്ലെങ്കിൽ സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കുന്നത് ഈസി മെത്തേഡ് എന്താണെന്ന് പഠിച്ചു. ഇനിയിപ്പോൾ നമുക്ക് പഠിക്കാനുള്ളത് നമ്മുടെ ഫ്ലൂറസെൻ്റ് ട്യൂബിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ് എന്നുള്ളതാണ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ? ഓക്കെ, നമുക്ക് സർക്യൂട്ട് ഡയഗ്രത്തിൽ നിന്ന് പോവാം. ഇവിടെ സർക്യൂട്ട് ഡയഗ്രാം നോക്കുക. അതിനകത്ത് 2 കോയിലുണ്ട്, ചോക്കുണ്ട്. ഇതെല്ലാം ഞാൻ ഒരിക്കലും എക്സ്പ്ലെയിൻ ചെയ്തതാണ്. സ്റ്റാർട്ടറുണ്ട്, ഇലക്ട്രിക്കൽ ബെല്ലാസ് അല്ലെങ്കിൽ ചോക്കുണ്ട്, ഒരു പവർ ഫാക്ടർ ഇംപ്രൂവ്മെന്റ് കപ്പാസിറ്റർ ഉണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് പറഞ്ഞു തുടങ്ങാം. ആദ്യം റെഡ് വയറിൽ നിന്നുള്ള സപ്ലൈ നേരെ ബെല്ലാസിലേക്ക് എത്തി. ബെല്ലാസിൽ നിന്ന് നേരെ സീരീസായി ഫസ്റ്റ് കോയിലിലേക്കും ആ കോയിലിൽ നിന്നും സീരീസായി സ്റ്റാർട്ടറിലേക്കും സ്റ്റാർട്ടറിൽ നിന്നും അടുത്ത കോയിലിലേക്കും അവിടെ നിന്ന് നേരെ ന്യൂട്രലൈസ് ചെയ്തു. ഇവിടെ ഒരു സീരീസ് ആയിട്ടുള്ള കണക്ഷനാണ്. പക്ഷേ സീരീസ് സർക്യൂട്ടിൽ തന്നെ ഇവിടെ ഒരു ഓപ്പൺ സർക്യൂട്ടായിട്ട് കാണാം. ആ ഓപ്പൺ സർക്യൂട്ട് എന്ന് പറയുന്നത് ഞാൻ ആരോ കൊടുത്ത് കാണിച്ചിട്ടുണ്ട്. നമ്മുടെ സ്റ്റാർട്ടറിനകത്തുള്ള ബൈമെറ്റാലിക് സ്ട്രിപ്പിനിടയ്ക്ക് ഒരു ചെറിയ ഗ്യാപ്പ്. ആ ഗ്യാപ്പ് അവിടെ നിൽക്കുന്നിടത്തോളം എന്ത് സംഭവിക്കത്തില്ല, ഇതൊരിക്കലും സർക്യൂട്ട് കംപ്ലീറ്റ് ആവില്ല. ഓക്കെ, ഈ ബൈമെറ്റാലിക് സ്ട്രിപ്പിൻ്റെ ഗ്യാപ്പ് അല്ലെങ്കിൽ 2 ബൈമെറ്റാലിക് സ്ട്രിപ്പുകളുടെ ടെർമിനലുകൾ എന്ന് പറയുന്നത് 1 മില്ലിമീറ്ററിലും താഴെയാണ്. അപ്പോൾ അത്രയും വളരെ അടുത്ത് നിൽക്കുന്ന ഇതിനകത്ത് ലെഫ്റ്റ് സൈഡിൽ കൂടെ ന്യൂട്രലും റൈറ്റ് സൈഡിൽ കൂടെ ഫേസും വന്ന് തമ്മിൽ ടച്ച് ചെയ്യാൻ 1 മില്ലിമീറ്റർ കുറവിലുള്ള ഒരു ലെങ്തിൽ നിൽക്കുമ്പോൾ അവിടെ ഒരു ആർക്ക് അല്ലെങ്കിൽ ഒരു സ്പാർക്ക് പ്രൊഡ്യൂസ് ചെയ്യും. കുറച്ച് തമാശ മട്ടിൽ പറയുകയാണെങ്കിൽ നല്ല വയറ് വിശന്ന് കരിഞ്ഞ് നിൽക്കുന്ന ഒരാളിനെ മുമ്പിൽ ഒരു പാത്രം ബിരിയാണി കൊണ്ടുവച്ച് ചൂരലുമായി നിന്ന് എടുത്താലടിക്കുമെന്ന് പറഞ്ഞാൽ അയാൾ എന്താ ചെയ്യുക? അപ്പം നിങ്ങളാണെങ്കിൽ എന്താ ചെയ്യുക? മറ്റൊന്നുമല്ല, 2 അടി കിട്ടിയാലും കുഴപ്പമില്ല, ഇപ്പോൾ ഈ ബിരിയാണി കഴിക്കാമെന്നല്ലേ. അതുപോലെ തന്നെയാണ് ഇവർ തമ്മിലൊരു സ്പാർക്ക് ഉണ്ടാവുന്നു. ആ സ്പാർക്ക് മൂലം ഈ ട്യൂബിനകത്തുള്ള ബൈമെറ്റാലിക് സ്ട്രിപ്പ് ഹീറ്റായി താഴേക്ക് ബെൻഡായി തമ്മിൽ ടച്ച് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ സർക്യൂട്ട് ഓപ്പൺ സർക്യൂട്ടിൽ നിന്ന് മാറി ക്ലോസ്ഡ് സർക്യൂട്ടിലേക്ക് പോകും. ക്ലോസ്ഡ് ആയി കഴിഞ്ഞപ്പോൾ സർക്യൂട്ട് കംപ്ലീറ്റ് ആയി ന്യൂട്രലിലേക്ക് സപ്ലൈ എത്തി. പക്ഷേ നമ്മുടെ ഈ ബൈമെറ്റാലിക് സ്ട്രിപ്പിന് ചെറിയ കുഴപ്പമുണ്ട്. ടച്ച് ചെയ്തു, കറണ്ട് പാസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തണുത്തു, വീണ്ടും പഴയതുപോലെ ബ്രേക്കായി, അതായത് ഓപ്പൺ സർക്യൂട്ടായിട്ട് മാറി. വീണ്ടും അതേ സമയം അവിടെ സ്പാർക്ക് ഉണ്ടായി, ബെൻഡായി താഴേക്ക് ടച്ച് ചെയ്തു. അപ്പോൾ ഒരിക്കലും കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു മേക്ക് ആൻഡ് ബ്രേക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള അല്ലാതെ ഇതൊരിക്കലും ഒരു ഫുള്ളി ക്ലോസ്ഡ് സർക്യൂട്ടായി മാറുന്നില്ല. ഇങ്ങനൊരവസ്ഥ നമ്മുടെ മുന്നിലായപ്പോഴും നമ്മുടെ വീട്ടിലായപ്പോലും സപ്ലൈ ലൈറ്റ് ഇങ്ങനെ വന്നും പോയി അത് പെട്ടെന്ന് കത്ത് കാണുക വന്നു പോകാതെ മേക്ക് ആൻഡ് ബ്രേക്ക് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കായാലും ദേഷ്യം വരില്ലേ? ഓക്കെ, ഇവിടെ നമ്മുടെ ഇലക്ട്രിക്കൽ ബെല്ലാസ് അല്ലെങ്കിൽ ചോക്കിനും ദേഷ്യം വന്നു. ആസ് പെർ ദ ലെൻസസ് ലാ ഈ ചോക്ക് പെട്ടെന്ന് തന്നെ മാഗ്നറ്റിക് ഫ്ലക്സിലാക്കി റിവേഴ്സ് ചെയ്യുകയും അവിടെ ഒരു ഹൈ വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യും. ആ ഹൈ വോൾട്ടേജ് നേരെ ട്യൂബിനടുത്തുള്ള നമ്മുടെ സർക്യൂട്ട് ഡയഗ്രത്തിൽ വലതുവശത്ത് കാണുന്ന കോയിലിലേക്ക് എഫക്റ്റ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, ഞാനിനി അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുകയാണ്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ട്യൂബിനകത്ത് ഫിറ്റ് ചെയ്തിരിക്കുന്നത് ആർഗൺ ഗ്യാസും അതുപോലെ മെർക്കുറിക് പൗഡറുമാണ്. ആർഗൺ നിങ്ങൾക്കറിയാം, ഒരു നോബിൾ ഗ്യാസാണ് അല്ലെങ്കിൽ ഇനർട്ട് ഗ്യാസാണ്. ആരെങ്കിലും ഒരു പ്രഷർ ചെലുത്തിയല്ലാതെ അത് വർക്ക് ചെയ്യില്ല, നോബിൾസ് അല്ലെങ്കിൽ ഇനർട്ട് ഗ്യാസുകൾ. ഇവിടെ ട്യൂബിൻ്റെ 2 കോയിലുകൾ തമ്മിലുള്ള കണക്ഷൻ എന്ന് പറയുന്നത് സ്റ്റാർട്ടറാണ്. അപ്പോൾ സ്റ്റാർട്ടറിനെ ഷോർട്ട് ചെയ്യണം. സ്റ്റാർട്ടറിനെ പെർമനൻ്റ് ആയിട്ട് ഷോർട്ട് ചെയ്ത് അല്ലെങ്കിൽ അതൊരു ക്ലോസ്ഡ് സർക്യൂട്ടാക്കി മാറ്റണം. അതിന് വേണ്ടിയിട്ട് ഇവിടെ എന്ത് ചെയ്യുന്നു? ആർഗൺ ഗ്യാസ് യൂസ് ചെയ്യുന്നു. ആർഗൺ ഗ്യാസ് അറ്റ് നോർമൽ ടെമ്പറേച്ചർ അല്ലെങ്കിൽ റൂം ടെമ്പറേച്ചർ അതൊരു ഇൻസുലേറ്റർ പോലെ വർക്ക് ചെയ്യുകയും ചൂടായാൽ അത് കണ്ടക്ടറായിട്ട് മാറുകയും ചെയ്യും. നമ്മുടെ ചോക്കിൻ്റെ ഹൈ വോൾട്ടേജ് മൂലം അപ്രോക്സിമേറ്റ് 4 times ഓഫ് ദ റേറ്റഡ് വോൾട്ടേജ് നമ്മൾ 230 കൊടുക്കുന്നെങ്കിൽ അതിൻ്റെ ഏകദേശം 4 മടങ്ങോളം നിയർ ബൈ 1000 വോൾട്ടിനകത്തേക്കുള്ള വോൾട്ടേജ് നമ്മുടെ കോയിലിലേക്ക് കിട്ടുമ്പോൾ കോയിൽ നന്നായിട്ട് ഹീറ്റായി അതിന് ചുറ്റുമുള്ള ആർഗൺ ഗ്യാസിനെ അല്ലെങ്കിൽ ട്യൂബിൻ്റെ അകത്തുള്ള ആർഗൺ ഗ്യാസിനെ ചൂടാക്കി ഒരു കോയിലിൽ നിന്നും മറ്റൊരു കോയിലിലേക്കുള്ള കണക്ഷൻ സ്റ്റാർട്ടർ വഴി അല്ലാതെ ആർഗൺ ഗ്യാസ് വഴി കണക്ട് ചെയ്യും. അതായത് ആർഗൺ ഈ ട്യൂബിൻ്റെ സ്റ്റാർട്ടറിനെ ബൈപ്പാസ് ചെയ്യും. അതുകൊണ്ട് തന്നെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാർട്ടർ ഊരി മാറ്റിയാലും ട്യൂബ് വർക്ക് ചെയ്യും. സ്റ്റാർട്ടിങ് പർപ്പസിന് വേണ്ടി മാത്രമായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം.
ഇപ്പോൾ സർക്യൂട്ട് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ഇതിനകത്ത് എന്തിനാണ് മെർക്കുറിക് പൗഡർ കോട്ട് ചെയ്തിരിക്കുന്നത് എന്ന് നോക്കാം. ഒരു ഡേ ലൈറ്റ് അല്ലെങ്കിൽ പ്യുവർ വൈറ്റ് ലൈറ്റ് കിട്ടുവാൻ വേണ്ടി മാത്രമാണ് നമ്മുടെ മെർക്കുറിക് പൗഡർ ഇവിടെ ഉപയോഗിക്കുന്നത്. ഇനിയിപ്പോൾ താഴെ ഒരു പവർ ഫാക്ടർ ഇംപ്രൂവ്മെൻറ്റ് കപ്പാസിറ്റർ നിങ്ങൾക്ക് കേട്ടിട്ടുണ്ട്, PF ഇംപ്രൂവ്മെൻറ്റ് കപ്പാസിറ്റർ. ഒരു കോയിൽ ഉണ്ടാകുമ്പോൾ, ഒരു കോയിൽ നമ്മുടെ സർക്യൂട്ടിലുണ്ടെങ്കിൽ, ഒരു ഇൻഡക്റ്റീവ് കോയിൽ നമ്മുടെ സർക്യൂട്ടിലുണ്ടെങ്കിൽ അവിടെ പവർ ഫാക്ടർ ലെസ് ആയിരിക്കും. അങ്ങനെ പവർ ഫാക്ടർ കുറയുമ്പോൾ, ലാഗ് ചെയ്യുമ്പോൾ അതിനെ ഇംപ്രൂവ് ചെയ്ത് വീണ്ടും യൂണിറ്റിയിലേക്ക് എത്തിക്കാൻ നമുക്കവിടെ ഒരു കപ്പാസിറ്റർ ആവശ്യമാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മളുടെ കപ്പാസിറ്റർ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഏകദേശം സർക്യൂട്ട് ഡയഗ്രാംസ് നമുക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കുറച്ച് വൈവ ക്വസ്റ്റ്യൻസുമായിട്ട് മുന്നോട്ട് നീങ്ങാം. ഓക്കെ, താങ്ക് യു.